ഹലോ ഫ്രണ്ട്സ്, ഹായ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ മാത്സിലെ എല്ലാ വൈവ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, മാത്സ് ലാബിൽ 16 ലാബാണ് ചെയ്യുന്നത്. നമുക്ക് പൊതുവെ എന്ത് ചെയ്യാറുള്ളത്, നമുക്ക് പഠിപ്പിക്കാറുള്ളത് ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ 16 ലാബ് എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ സ്കൂളിലൊക്കെ എടുക്കാറുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇനി എനിക്ക് അങ്ങോട്ട് എന്താണ് വീഡിയോസ് ഇടാനായിട്ടുള്ള ടൈമില്ല. നിങ്ങൾക്ക് അറിയാം, നമുക്ക് എന്താണ് ഇനി അങ്ങോട്ടെന്ന് പറയുമ്പോൾ ഒരുപാട് ഡേയ്സ് ഒന്നും ഇല്ല എന്താണ് നമ്മുടെ പബ്ലിക് എക്സാമിന്. അപ്പോൾ നമുക്കിപ്പം എൻ്റെ സ്കൂളിലൊക്കെ പബ്ലിക് എക്സാം, അതായത് പ്രാക്ടിക്കൽ പബ്ലിക് എക്സാം 22-ാം തീയതി, എല്ലാ സ്കൂളിലും അങ്ങനെ ഉണ്ടോ, 22-ാം തീയതി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഒക്കെ പരിഗണിച്ചുകൊണ്ട്, എക്സാംസ് ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ഈ ഒരു എക്സാം നടത്തുന്നത്. സോ അതിനുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. നമ്മുടെ സ്കൂളിലാണ് ഇപ്പോൾ എഴുതുന്ന കുട്ടികൾ കുറച്ച് കൂടുതലായതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് പ്രത്യേകിച്ച് ടൈമൊക്കെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ടൈം, അതായത് അവർ ചിലപ്പോൾ ലാബുള്ള ദിവസമായിരിക്കും അവർക്ക് എന്തെങ്കിലും എക്സാം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ലാബ് എക്സാം ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടാക്കിയൊക്കെ കൊടുത്തിട്ടാണ് ഇപ്പം എന്ത് ചെയ്യുന്നത് ഓരോ സ്കൂളുകാർ അവരുടെ ടൈം ടേബിൾ അനലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ അങ്ങനെയാണ്, ഞാനിപ്പോൾ എൻ്റെ ടൈം ടേബിൾ അനലൈസ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായത് അങ്ങനെ തന്നെയാണ്. ടീച്ചേഴ്സ് അറിയിച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് പ്രാക്ടിക്കൽ എക്സാം കടന്നു പോകാനായിട്ട് പോകുന്നത്. എനിക്കിപ്പോൾ 30-ാം തീയതി 28-ാം തീയതി ആ ഒരു ഡേറ്റ് ഒക്കെയാണ് കറക്റ്റ് വരെ. 30-ാം തീയതി കേട്ടോ, 28-ാം തീയതി ഇല്ല, 30-ാം തീയതി തൊട്ടാണ് എനിക്ക് ലാബ് എക്സാം സ്റ്റാർട്ട് ചെയ്യുക. അടുപ്പിച്ച ദിവസങ്ങളിൽ ഇപ്പം 30 ആണെങ്കിൽ എനിക്ക് ചിലപ്പോൾ 2-ാം തീയതി ഒക്കെയാണ് പിന്നീട് എക്സാം വരുന്നത്. അങ്ങനെ ഏകദേശം എനിക്കൊരു 9-ാം തീയതി വരെ എക്സാം ഉണ്ട്, ഫെബ്രുവരി. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു തിരക്കിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ചോദിച്ചാൽ അതിനുള്ള ടൈം ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ എന്താണ് പൊതുവെ ഞാൻ വീഡിയോസ് ഇനി ഇടത്തില്ല. എന്തെങ്കിലും നോട്ട്സ് ആയിരിക്കും ഞാനിനി ഇടുന്നത്. അത് നമ്മൾ ഇൻസ്റ്റയിലായിരിക്കും ഇടുന്നത് എന്നൊന്ന് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ ഇൻസ്റ്റ എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാതെ നമ്മൾ ഫോളോ ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിലെ ഡിസ്ക്രിപ്ഷനിലെ ഒരു ബയോ റേറ്റ് ഉള്ള ഒരു ബോക്സ് ഉണ്ടല്ലോ, അതിനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം,